യുദ്ധമുഖത്ത് പലതും സംഭവിക്കാം, പക്ഷേ അത് അവസാനമാവണമെന്നില്ല. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഇറാന്റെ കരുത്തിന് വൻ പ്രഹരമേറ്റ വാർത്തകളാണ്. ഇറാന്റെ നാവികപ്പടയുടെ അഭിമാനമായിരുന്ന ഷാഹിദ് ബഗേരി എന്ന ഭീമൻ ഡ്രോൺ വാഹിനി കപ്പൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നുവെന്നാണ് യുഎസ് സെൻട്രൽ കമാൻഡ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. ഇതിനോടൊപ്പം തന്നെ 11 ഇറാനിയൻ യുദ്ധക്കപ്പലുകൾ കൂടി കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നതോടെ ഇറാന്റെ നാവിക പ്രതിരോധത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം വലിയൊരു പ്രകോപനമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്: ഇറാന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ ഇറാൻ പതറുന്നുണ്ടോ? അതോ ഇനിയൊരു മഹാപ്രളയത്തിന് മുമ്പുള്ള ശാന്തതയാണോ ഇത്? ഓപ്പറേഷൻ എപിക് ഫ്യൂറിയുടെ ഭാഗമായി അമേരിക്ക നടത്തിയ ഏറ്റവും മാരകമായ നീക്കമായിരുന്നു ഷാഹിദ് ബാഗേരിക്ക് നേരെയുള്ള ആക്രമണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രവർത്തിപ്പിച്ചിരുന്ന ഈ ഭീമൻ കപ്പൽ യഥാർത്ഥത്തിൽ ഒരു വാണിജ്യ കപ്പലായിരുന്നു. പിന്നീട് അത് ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും വിക്ഷേപിക്കാനുള്ള ഒരു ലോഞ്ച് പാഡായി ഇറാൻ മാറ്റുകയായിരുന്നു. 180 മീറ്റർ നീളമുള്ള ഫ്ലൈറ്റ് ഡെക്കും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ഈ കപ്പലിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും യുഎസ് താവളങ്ങളിലേക്കും ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നത്. ഒമാൻ ഉൾക്കടലിലാണ് ഇത് വിന്യസിച്ചിരുന്നത്. യുദ്ധം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ 11 നാവിക കപ്പലുകളാണ് കടലിന്റെ അടിത്തട്ടിലായത്. അമേരിക്കൻ നാവികസേനയുടെ കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഇറാന്റെ കപ്പലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ അവകാശപ്പെടുന്നത് പോലെ നൂറുകണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ സെന്റകോം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് 6 സൈനികരെ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നും എന്നാൽ ഇറാന്റെ സൈനിക ആസ്ഥാനങ്ങളും കപ്പലുകളും തങ്ങൾ ചാരമാക്കിയെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുവൈറ്റ് നടത്തിയ വെടിവെപ്പിൽ കുടുങ്ങിയ 3 അമേരിക്കൻ F-15 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായെങ്കിലും യുദ്ധരംഗത്ത് സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ്. ചൊവ്വാഴ്ച രാവിലെ ലോകത്ത് ഞെട്ടിച്ച വാർത്ത വന്നത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്നാണ്. റിയാദിലെ അമേരിക്കൻ എംബസി ലക്ഷ്യമാക്കി ഇറാൻ അയച്ച 2 ഡ്രോണുകൾ എംബസി കെട്ടിടത്തിൽ ഇടിച്ച് സ്ഫോടനമുണ്ടായി. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഈ ആക്രമണത്തെ സ്വയം പ്രതിരോധ നടപടികളിലൂടെ നേരിടുമെന്നാണ് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിനു പിന്നാലെ ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ദോഹയുടെ ആകാശത്ത് തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതോടെ പ്രവാസികൾ ഭീതിയുടെ നിഴലിലായി. തങ്ങളുടെ സൈന്യം ഡസൻ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായി ഖത്തർ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും അതായത് ഓപ്പറേഷൻ എപിക് ഫ്യൂറി കുറഞ്ഞത് 4 ആഴ്ചയെങ്കിലും തുടരുമെന്നുമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കൻ സൈനികരുടെ ഓരോ തുള്ളി ചോരയ്ക്കും ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പ്രതിജ്ഞ. ഇസ്രയേലുമായി സഹകരിച്ച് ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കുക എന്നതാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്ക് അടച്ചും അയൽരാജ്യങ്ങളെ ആക്രമിച്ചും ഇറാൻ നടത്തുന്ന ഈ പ്രകോപനങ്ങൾക്ക് സൈനികമായി തന്നെ മറുപടി നൽകുമെന്നും അമേരിക്ക ആവർത്തിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, വിമാനത്താവളങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രവചനങ്ങൾ സാധ്യമല്ല. ഇറാന്റെ ഓരോ നീക്കത്തിനും ഇരട്ടി പ്രഹരം നൽകാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ തീരുമാനം. ഖത്തർ, സൗദി, കുവൈത്ത്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ദോഹയുടെ ആകാശത്ത് തുടർച്ചയായി കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ പ്രവാസികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെ പക്കൽ അതിശക്തമായ തിരിച്ചടികൾ ബാക്കിയുണ്ടെന്നും എന്നാൽ ഇറാൻ ഇനിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ്.